ഈ സ്ഥലം നിങ്ങൾ ഓർക്കണില്ലേ? നമ്മൾ കാട്ടുമൂരിനെ അടിക്കാൻ വന്ന സ്ഥലം വീണ്ടും കാട്ടുമൂരിനെ അടിക്കാൻ വന്നിരിക്കാൻ കേട്ടാ. ഒരു കാട്ടുപാപ്പന്റെ കൂട്ടത്തിൽ അല്ലേ പാപ്പ? ഓക്കെ. അപ്പോൾ നമ്മുടെ ക്രിസപ്പച്ചന്റെ സ്ഥലത്ത് നമ്മൾ കാട്ടുമൂരി, കാട്ടുമാൻ, കാട്ടാട് എല്ലാം കാട്ട് ഒരു കാടൻ ഹണ്ടിങ്. റെഡി റെഡി ഭൂപ്പാ. No worries. No problem. അമ്മച്ചി കറക്റ്റ് പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. നായക്കളുടെ മൂവ്മെന്റ് നല്ല രസമുണ്ട് അല്ലേ? എന്തൊക്കെ ഞാൻ ആദ്യമായിട്ട് ലൈവ് കണ്ടത്, ടിവിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ കേട്ടാ. അതാണ് കേട്ടാ. ആ നായ ആക്ച്വലി അവറ്റങ്ങളെ സൈഡിലേക്ക് ആക്കി. ആണോ അത്? മരണ വഴിക്ക് ഒരു No worries. Hey, beautiful. She's beautiful. രാവിലെ നല്ല കിടിലമായി പോലെ പാപ്പ. മനോഹരം. കോഴി കൂകണ ശബ്ദം, 3 പടക്കോഴികൾ, ഒരു പൂവൻകോഴി. ഈ പൂവൻകോഴി ഭയങ്കര ധൃതിയിൽ മുട്ടിക്കത്തെ കൂലാട്ടോ. അതെ. ഈ കൂകിയിട്ട് ഈ കോഴിക്ക് കൊത്തി കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ചോദിക്കുക എന്ത് ഉത്തരവാദിത്തമുള്ള ഭർത്താവാണെന്ന്. ഈ സമയത്ത് മാത്രം വെറുതെ കാണിക്കുന്നത് മാത്രമല്ല കേട്ടോ, അണ്ണം പണി കാണിക്കാൻ മാത്രമായിട്ട്. അതെ. രാവിലത്തെ സൗണ്ട് മനോഹരാക്കാൻ ഇവിടെ മറ്റേ ആവികാശിന്റെ വക അപ്പിയിടൽ സമാഹമുണ്ട് കണ്ടാ. അതും മോർണിംഗ് സൗണ്ടാ കണ്ടാ. അപ്പി അയ്യോ അപ്പി സൗണ്ട് ഇസ് നൈസ് കണ്ട പാപ്പ. പാപ്പന്റെ ചെസ്റ്റ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ. പാപ്പൻ കാർണിവറായിട്ട് കണ്ടില്ലേ എങ്ങനെ ഇരുന്നായിരുന്നു? തടിച്ചു വരുന്നുണ്ട് ഒക്കെ ഇരുന്നായിരുന്നു. ഇപ്പൊ ഫിറ്റ് ഫല്ലായില്ലേ? പിന്നെ ജീവിതം മാറിയില്ലേ? ജീവിതം മാറിപ്പോയി. ഇന്നലത്തെ കള്ളടിയാണെന്ന് കേട്ടോ, ശബ്ദം പോയി. നീ അടിച്ച് തീരാനുള്ള ആട്ട പാപ്പ. അതല്ല ഇന്നലെ തണുത്തോളത്തിലേ സ്ഥാനത്ത് സോഡയായി പോയില്ലേ? അതാണ്. മാത്രമല്ല പയ്യന്മാരും കൂടെ വന്നപ്പോൾ ഒരു മൂടായി തീറടി കേട്ടോ. അമ്മമാര് ഭയങ്കര അടിയാ. നമുക്കൊന്നും കൂടെ നിൽക്കാൻ പറ്റില്ല. അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചത്തു. നമ്മൾ സാധാരണ രാത്രി എവിടെ വയ്ക്കാറ് പാപ്പ? രാവിലെ അല്ലേ? പിന്നെ ഏർലി മോർണിംഗ്, സൂര്യോദയത്തിന് ശേഷവും അതിന് മുന്നേ ഇറക്കപ്പച്ച വരുന്നുണ്ട്. പാപ്പ രാവിലെ നീ ഇങ്ങനെ തോക്ക് പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട് കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും വെടി വയ്ക്കാനാന്നിട്ടാ. ഇത് വെറും കാണാൻ മാത്രമല്ലേ. ഇത്ര ഡിയറാ നിൽക്കുന്നത് നോക്കിയേ. ഡിയറുണ്ടോ? ഒത്തിരി ഡിയർ നിൽപ്പോഴും. അല്ലേ അവിടെ നിൽപ്പുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ കാട്ടിയിട്ടില്ലേ അതേ സ്ഥലത്ത് തന്നെ ഇഷ്ടം പണി നിൽക്കുന്നുട്ടാ. എപ്പോഴാ പോണേ? പോവണോ? മഴയത്ത് പോകണോ? പോവാ. അതൊക്കെ നമ്മൾ രസമല്ലേ പോകുന്നേ. ചെറിയ ചാറ്റിലുള്ളതിന് വിഷയമില്ല. വിഷയമില്ല. എന്നാ വിട്ടുപോയേക്കാം. അധികം ക്യാമറ എടുക്കാതെ ഒരു ക്യാമറ 2 ക്യാമറ എടുത്താൽ മതിയല്ലോ. ക്യാമറ ആവശ്യത്തിന് ഇരുന്നോട്ടെ, നാട്ടുകാർ കാണട്ടെ പരിപാടി. മഴയത്ത് നനഞ്ഞാൽ അതല്ലേ. ഞാൻ നീ ഇരിക്കുമ്പോൾ കോഴി അടയിരിക്കുന്ന പോലെ അതിൻ്റെ അടിയിൽ ഇരുന്നിട്ട് ക്യാമറ നീ എന്നെ അനുവദിക്കോ? പണ്ട് നിനക്ക് അതിനുള്ള വലുപ്പുണ്ടായിരുന്നു. ഇപ്പൊ നീ ഭക്ഷണം കഴിച്ച് ചെറുതായിട്ടാ. മാക് പൈനെ കുത്തി വെച്ചിട്ടുണ്ടാ? വെടി വെച്ചാന്നല്ലേ? വെടി വെച്ചിട്ട് ഇവിടെ കുത്തി വെച്ചിരിക്കുക. അത് കണ്ടാ? ഈ ന്യൂസിലാൻഡിലുണ്ട്, അതുപോലെ തന്നെ ഓസ്ട്രേലിയയാണ് മെയിനായിട്ട് ഈ കണ്ണ് കുത്തിയിരിക്കണ ഒരു കാക്കയുടെ പോലത്തെ ഒരു കിളി. ശരിക്കും ഇത് നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് നമ്മുടെ കണ്ണ് കുത്തിയിരിക്കണ കിളിയാണ് കേട്ടോ. അവന്റെ കണ്ണ് കുത്തിയെടുത്ത കാരണം ഇവനെ കുത്തി വെച്ചിരിക്കുക ഇവിടെ. നല്ല രസമുണ്ട്. ഇതുപോലത്തെ ഒരു ഗതികെട്ട ഇതുപോലത്തെ ഗതികെട്ട ഒരു മാക് പൈ ഇനി ഉണ്ടാവാതിരിക്കട്ടെ. ഹണ്ടിന് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ നല്ല മഴ വീണ്ടും പുറത്ത്. അപ്പൊ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ടാ അല്ലേ? അത് തന്നെ പാപ്പ. കിങ് സ്റ്റൈൽ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ? ഒരു സാധനമാണ് ഇത് കേട്ടോ. എന്നാ സുഖം. നല്ലൊരു കാപ്പി. ഫുള്ള് നോക്കി ഇവിടുത്തെ ഓരോ സാധനങ്ങൾ നോക്കി. പുള്ളിയുടെ സ്വന്തം ഗാർഡനിൽ നിന്ന് എടുത്തിട്ടുള്ള അവക്കാഡോസ്, നാടൻ കോഴിമുട്ടയുടെ സ്ക്രാമ്പിൾഡ് എഗ്, ഇത് കണ്ട ആൾക്കാർ മാനിറച്ചി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പാപ്പ അതിന്റെ കുൽസിതം കുറച്ച് കൂടുണ്ട് കേട്ടോ. അത് മാനിറച്ചി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സലാമി. ഇത് ടോപ്പ് സലാമി കേട്ടോ. ഞാൻ ഇതുവരെ കഴിച്ചതിൽ നമ്പർ 1 സലാമി. താങ്ക് യു ഡെറക്. This is the best ever breakfast. നീ നാട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ടൊന്ന് വെടിവെപ്പിക്കേണ്ടത് കേട്ട്. പിന്നെ ഉറപ്പായിട്ട് കൊണ്ടുവരുള്ളൂ. ഇവിടെ ഉണ്ട്, ആഫ്രിക്കയിലുണ്ടല്ലോ. കണ്ടിട്ട് പോട്ടെ അല്ലേ? അതെ, പിന്നെ നമ്മുടെ സ്ഥലം ഇത്. നമുക്ക് ഇവിടെ ഒരു സ്ഥലം മേടിച്ചാലോ? ശരിക്കും ഇത് നമ്മൾ മേടിച്ചതിന് തുല്യമാണല്ലോ.
ഇതിപ്പോൾ നമ്മുടെ ഇവിടെ വന്നിട്ട് പോകുമ്പോൾ അമ്മ വീട്ടിലൊക്കെ പോകുന്ന ഒരു വിഷമം അതിച്ചു പോകുന്നത്. അപ്പൻ്റെ കൈ ടാറ്റ കൊടുക്കാതെ എടുത്ത് വെല്ലുമിച്ചേക്ക് ഇങ്ങനെ മുറ്റത്ത് നിൽക്കുന്ന അരിയാ. Thank you, Derek. Man, that was me. Good breakfast. Oh yeah, we ready, eh, Papa? റെഡി Ready? റെഡി ഇന്ന് തകർക്കുന്നുണ്ട്. Eh? Yeah, we got our hunting dog here, Mr. Casey. Anna, this is a good outfit for you for hunting. Sport boy Nawab. Ah, yeah. Cameraman Hari Krishnanodopam, Avikash Ram, and Mr. Papan. Yeah. We are about to go. Okay, നമ്മുടെ ഡേ 1 ഹണ്ടിങ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ തുടങ്ങാൻ പോവാണ്. ടാർഗറ്റ് ഒന്നുമില്ല, ബുള്ളിനടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്താണ് നമ്മുടെ കണ്ണിലും മുന്നിൽ പെട്ടെന്ന് വെച്ചാൽ അതിനൊക്കെ അടിക്കല്ലേ പാപ്പ? നല്ലൊരു മാനെ. യാ, ലെറ്റ്സ് സീ. വെതർ ഇപ്പോൾ കുറച്ച് അലമ്പാണ്. 2 മണിക്കൂറിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെതർ ബെറ്റർ ആയിട്ട് വരുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ലുക്ക് there is a rabbit. Hey, shoot him. Hiding, eh? നോക്കിയേ എത്ര ഡിയറാണ്. Oh, look at that. Beautiful. Heaps. They looking at us. ഇവിടെ വെടി വെക്കില്ലാത്തോണ്ടേ സമാനത്തോടെ നിൽക്കുന്ന. Another batch here. Oh, now they're running. Oh yeah. ഓടിയ ഒറ്റങ്ങള് ഇപ്പൊ പേടിയായിട്ടാ. തലക്കെട്ടടിക്കാം. അതൊക്കെ പറയാമോ? പൊട്ടന്മാരാട്ടോ. തല പോയി കേട്ടോ. എന്ത് വൈരവരാതായി പോയിരുന്നു പാപ്പാ. എന്തോ മണ്ടൻ കൺഫ്യൂസ്ഡ് ആയി. എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയില്ല. തലയടിച്ച് പൊളിച്ച് പാപ്പരായിട്ട്. ഇത് കാണിച്ചു തരാൻ പറ്റുന്ന പോലും പറ്റാത്ത അവസ്ഥ കേട്ടോ. നെക്കടക്കം പൊളിഞ്ഞു പോയി. ബഗുഡ് ഷോ ക്ലീൻ ഡെത്ത്. ഇത് നോക്കി വരണ വഴിക്ക് അവൻ ഇവിടെ നിൽക്കുക. നമ്മുടെ വണ്ടി ഇതേ ഇവിടെ. പാപ്പൻ വണ്ടിയിലൂടെ നല്ല ഷോട്ട് പാപ്പാ. അത്രേ ഉള്ളൂ. തലക്കടിക്കണം കുറെ ദിവസം ആഗ്രഹമായിരുന്നു. നല്ല ഗണ്ണ് റെസ്റ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്തു. തലക്കല്ല അടിച്ച് നെറുന്തല പൊളിഞ്ഞ് 4ആയി. വായും ചങ്കൊന്നും കാണാനില്ല കേട്ടോ അതിന്റെ. അത് വലിയ കാലിബർ അല്ലേ, അതിന് തന്നെ മനസ്സിലായിട്ടില്ല അത് മരിച്ചു എന്ന്. കാരണം എന്താ ചേട്ടാ, ഇതിന് ഈ നമ്മുടെ റൈഫിൾ വെച്ച് ചെസ്റ്റ് എടുത്ത് അത്ര ഇറച്ചി മൊത്തം പോകുന്നേ. ഇത് ഇറച്ചി വേസ്റ്റ് ഇല്ല, ഒന്നും കളയാനില്ല. ഇനിയിപ്പോ ഒരു ബുള്ളിനെ കൂടെ നെറ്റി കടിക്കണം. അപ്പോഴേക്ക് ആഗ്രഹം ഡബിളായി. They're still here. Yeah, Derek, the other one standing here. It's like not even 10 meters from us. Papa. ഇപ്പോഴാണ് മനസ്സിലായി. ഇത്ര ഈസി ഉള്ള ഇത് നമുക്ക് വേണ്ടട്ടാ. അതെ, ഇത്ര ഈസി ആയിട്ട് നമുക്ക്. ഇത് ഈ മൃഗത്തിന്റെ ഗതികേടാണോ? നീ തന്നെ ഇത് പറയണം. അല്ല, അവന് ബോധമില്ലാത്തോണ്ടേ. മൃഗമായ ശകലനും ബോധമുണ്ട്. സൂപ്പർ ഷോട്ട് കിട്ടാ. അതെ, ഇത്ര ക്ലോസിൽ അതിന്റെ മുഖം ശരിക്കും ചെതറിപ്പോയി. ക്ലീൻ ഡെത്ത്. Thank you. The mission in the morning. Good job, guys. Well done, Jacob. Thank you. Beautiful. Hey. One more time. On the blood on the floor. Mission 2 starts here. വൈൽഡ് ബുള്ള് നമ്മൾ ഇവിടെയാണ് നോക്കി വന്നേട്ടാ. പക്ഷെ അവർ ഈ സൈഡിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് അവന്മാര് ഈ പുഴ താണ്ടിയിട്ട് അപ്പുറത്തേക്ക് Still grazing. Oh yeah, there is a bull at the back. പക്ഷെ
നമ്മളൊരു പാണ്ടനെ ഒരു 2 വർഷമായിട്ട് ഒരു പാണ്ടനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഐ നോട്ട് ഓത്തെ പാണ്ടനോട് നിൽപ്പുണ്ടേ ഉണ്ടോ? ഉയ്യോ, എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നിൽക്കുന്നത്, സൈഡ് വൈസ്. ആണോ? എവിടെ നമ്മുടെ പാണ്ടൻ? ആ നിൽക്കണു. അവനെയാണ് നമ്മൾ വർഷങ്ങളായിട്ട് നോക്കണ സാധനം. അവൻ ഞാൻ പോയി മുകളിലേക്ക് ഓടി 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 പോയി. അവനും പോകാൻ. That was my dream. That ginger color one. Fuck. Shit. അവൻ അപ്പുറ സൈഡിലായിക്കോട്ടെ. Yeah. But they were over this side. So tomorrow they won't last long here because there's not much grass. They'll cross the river and go on that side. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അധികം ഗ്രാസ് ഇല്ല. അപ്പോൾ ഈ സൈഡിൽ കണ്ട സ്ഥലത്തേക്ക് നാളെ രാവിലെ ഇവിടെ നിന്ന് നടന്ന് അവിടേക്ക് എത്തുന്ന പറഞ്ഞേ. പാപ്പാ അവൻ കുറേ കാലമായിട്ടാണ് ഇവിടെ നിന്ന് ഓടി നടക്കണവൻ. ആ നായിൻ്റെ മോൻ്റെ വായി കയറിയിരുന്ന് ഓടി നോക്കണം. എന്നാലേ അവനെ കിട്ടും. അയ്യോ, കഴിഞ്ഞ പ്രാവശ്യം ഒരു കൂട്ടം പുള്ളിനെ ഓടിച്ചോണ്ട് വന്നു. ഇത് മാത്രം വന്നില്ല, വഴി കയറിപ്പോയി, കാട് കയറി. അതുകൊണ്ടാട്ടോ അവനിപ്പോൾ ഇവിടെ വിലസുന്നത്. അവനിവിടുത്തെ കിങ്ങാ. അവനെ നമുക്ക് പഠിക്കണം. അവനെ ഇവിടുത്തെ നമ്മൾ പൂച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പശുക്കളാണ്, അതേ വന്നുള്ള സ്വർപ്പം. പാപ്പൻ ബിരിയാണി വയ്ക്കാൻ ആടിനടിക്കണ്ടിട്ടാ. ഇന്ന് നമ്മൾ അവൻ സ്മാർട്ടാ. പക്ഷെ പോയി അവൻ അവിടെ നിൽക്കണില്ല. അവൻ നല്ല അതെ മുകളിൽ കയറി അവൻ. പാപ്പ ഞാൻ ഉള്ള കാര്യം പറയട്ടെ. എനിക്ക് തലയ്ക്ക് അടിച്ച ബിരിയാണി മാത്രം ആടിൻ്റെ മതി. സെറ്റ് ചെയ്യണേ. അങ്ങനെയല്ലേ? തലക്കടിച്ച് തന്നെ, ഹെഡ്ഷോട്ട് തന്നെ, തലക്കടിച്ച് വീഴ്ത്തി. എനിക്ക് തലയില്ലെങ്കിൽ പറ്റില്ല. ചെറുപ്പം മുതലേ ഉള്ള ശീല. നിനക്ക് അങ്ങനത്തെ ശീലങ്ങളുണ്ടോ? തലക്കടിച്ച് വേട്ടയാടിയ മൃഗത്തിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാ ബിരിയാണി അല്ലേ? ഓ, വേട്ടമൃഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേട്ടമൃഗമാണല്ലോ. അതാണ് ഇത്. ഇങ്ങനെ കൈ വെച്ച ഗണ്ണ് ഓഫ് ചെയ്തിട്ടുണ്ടോ? പിന്നെ നമ്മൾ ഓരോ ഷൂട്ട് കഴിയുമ്പോഴും ഗണ്ണ് ഓഫ് ചെയ്യും. ചേമ്പർ എം ടി ആകും. ചേമ്പർ എം ടി ആകും. നീ പറഞ്ഞ എനിക്ക് വിശ്വാസാട്ടാ. അതുള്ളൂ. നമ്മുടെ ബക്ക്മെൻസ് നമ്മൾ വന്നിട്ട് സ്റ്റേ ചെയ്യാറുള്ള ഹട്ടിൽ ഇത്തവണ നമ്മൾ ഈ ഹട്ടിൽ ഇല്ല. ഇത്തവണ നമ്മൾ ഈ ഹട്ടിൽ സ്റ്റേ ചെയ്യണില്ല. ഇല്ല. നമ്മൾ ഈ പ്രാവശ്യം ഇച്ചിരി ഹണ്ടിങ് കോൺസെൻട്രേറ്റ് ആയതുകൊണ്ടേ. തന്നെ. അപ്പൊ ഇതുവരെ ഹണ്ടിങ് കോൺസെൻട്രേറ്റഡ് അല്ലായിരുന്നു. അതല്ല, ഇതായിരുന്നല്ലോ ഇവിടെ സ്റ്റേ ചെയ്യുന്നതിന്റെ മെയിൻ ലക്ഷ്യം. അടിയിലായിരുന്നു. അപ്പൊ ഇടയിൽ ഒരു ബ്രേക്കിന് കാപ്പ് പിടിക്കാനായിട്ട് ഇവിടെ വന്നതാട്ടാ. താങ്ക് യു. ഗുഡ് ബ്രേക്ക്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹണ്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നാട്ടിൽ നിന്നാ അല്ലെങ്കിൽ ദുബായിൽ നിന്നാ അമേരിക്കയിൽ നിന്നാ എവിടെയെങ്കിലും വന്നിട്ട് ന്യൂസിലാൻഡിലോ അല്ലെങ്കിൽ ആഫ്രിക്കയിലോ ഹണ്ടിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട്. എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ കുഴപ്പമില്ല. പക്ഷെ ഞാൻ താഴെ പാപ്പൻ്റെ കോണ്ടാക്ട് നമ്പറും ഡീറ്റെയിലും ഉണ്ട് കേട്ടാ. പാപ്പൻ ആധികാരികമായിട്ട് ഇനി ഹണ്ടിങ് ഫുൾ ടൈം ജോലി റിസൈൻ ചെയ്യാൻ പോകും. ജോലി റിസൈൻ ചെയ്തിട്ട് മാത്രമായിട്ട് അല്ലേ? അതെ, അത് ആഫ്രിക്കൻ മണ്ണിലും. ആഫ്രിക്കയിലാണ് ഇച്ചിരി കൂടെ വെടിവെക്കാൻ നല്ലത്. വെടിവെക്കാൻ സൗകര്യവും പിന്നെ കാശ് കുറവും. ന്യൂസിലാൻഡിൽ ഹണ്ടിങ് എക്സ്പെൻസീവ് ആണ്. പക്ഷെ നമ്മുടെ വീഡിയോയിലൊക്കെ കാണുന്ന ഈ വൈബൊക്കെ കാണാം. അപ്പോൾ താഴെ കോണ്ടാക്ട് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം വെച്ചെങ്കിൽ പ്ലീസ് കോണ്ടാക്ട് അസ്. ഹണ്ടിങ് വിത്ത് പ്രോഷെഫ്. അതോടൊപ്പം ഇവർക്ക് ഭാഗ്യം കൊണ്ട് ചിലപ്പോൾ നമ്മൾ ഒരുമിച്ച് പോകുന്ന ആഫ്രിക്കൻ ട്രിപ്പിന് ജോയിൻ ചെയ്യാം. നമ്മളിനി ഇടയ്ക്കിടയ്ക്ക് ഞാനും ജോലി റിസൈൻ ചെയ്തല്ലോ. നമുക്ക് ആഫ്രിക്കയ്ക്ക് പോകുന്നേ. അതെ, നമുക്ക് അല്ലെങ്കിലും പറഞ്ഞ പണിയൊന്നല്ലേ. അതെ, ഇതൊക്കെ ഈ ജോലി കൃത്യമായിട്ട് ജോലി എന്തെങ്കിലും ഇറച്ചിയായിട്ട് ബന്ധപ്പെട്ട ജോലി അല്ലെങ്കിൽ ഉച്ചടി വല്ല ജോലി കിട്ടിയാൽ പോകും. അതല്ലാണ്ട് ഇതൊന്നും നമ്മളെ കൊണ്ട് പറഞ്ഞിട്ടുള്ള പണിയല്ലേ ഉണ്ണി. എന്നാ നിന്റെ അഭിപ്രായം? അതെ, ഒരാളുടെ അണ്ടറിൽ പണിയെടുക്കാന്ന് പറയുന്നതേ ഇഷ്ടമല്ല. അതെ, നമുക്ക് ലിമിറ്റ് ഇല്ലല്ലോ. നമ്മള് അണ്ടറിൽ പണിയെടുക്കില്ല. അണ്ടറിൽ പണിയില്ല, ടോപ്പ് ക്ലാസ് പണി മാത്രമേ ഉള്ളൂ. ഓ, ആഫ്രിക്ക ഒരു ആഫ്രിക്കനേടേ. ആഫ്രിക്ക ജിറാഫ്, സീബ്ര, എന്തോ രസമുള്ള മൃഗങ്ങളെ വെടിവെക്കാൻ പറ്റില്ല. ഇല്ല, വെടിവെക്കാൻ പറ്റില്ല. ആനേനെ അടിക്കാം, ഇഷ്ടം പിടി ആന. ബിഗ് പ്രോബ്ലമാണ് ആന അവിടെ. അപ്പൊ നീ റിസൈൻ ചെയ്യുന്ന ഡേറ്റ് ഒന്ന് പറയണേ. ഫെബ്രുവരി റിസൈൻ ചെയ്യുക. അങ്ങനെ കുടുംബം മുച്ചൂടാ. ദൈവം നാട്ടിന് വന്നേ, അല്ലെങ്കിൽ അരി പിടിക്കാൻ നിങ്ങള് ആയേട്ടന് പറഞ്ഞു. അതെ, ആഫ്രിക്ക ആകുമ്പോഴത്തേനും നമുക്ക് വിസ ഫ്രീ ആ ഇന്ത്യക്കാർക്ക്. നമുക്ക് വിസ എടുക്കണം, ബട്ട് വിസയ്ക്ക് ഫീസില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ബുള്ളും കൂടെ ഇറങ്ങി വരും അല്ലേ? ഇവിടെ ഞാൻ കിടന്നിട്ട് ഒരു ഒറ്റടി നിർത്തലയ്ക്ക് അതൊന്നും ഈ മാത്രമേ ഉള്ളൂ. നീ അപ്ഗ്രേഡ് ചെയ്യാറായി. അതെ, ഓക്കെ,
ഇനി അന്യാമിന്റെ വർത്താനങ്ങളൊന്നും ഇല്ല. നെക്സ്റ്റ് ലെവല് ഹണ്ടിങ് തുടങ്ങണം. അതെ, സീരിയസ് ഹണ്ടിങ്ങിലേക്കാണ്. ഞാൻ പറഞ്ഞ ടെക്നിക്ക് ഒക്കെ നീ ഉപയോഗിക്കണം. ഞാൻ വെടി നിർത്തിയ കാരനാ. ഞാൻ പുകഴ്ത്തി പറയാന്ന് വിചാരിക്കരുത്. നിന്റെ പോലെ ഒരു വെടിക്കാരനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇതെനിക്ക് വയ്യ. ഞാൻ അടിക്ക് ഞാൻ വയ്യ. എവിടെ ധാരാളം ക്ലാസ്. അപരാജില്ലാത്തത് ഒരു നഷ്ടമായി. അയ്യോ, അപ്പരായില്ലാത്തോണ്ടൊരു നമ്മൾ വരുന്ന വഴിക്ക് അതേ ഓൾ cows, no bulls. ദേ അവിടെ കണ്ട looking at us now. One below is a bull. the laying down one is a bull. വലിയൊരു ഉണ്ട്. Oh, it looks like a pig. So much like a bull. Big one, right? But it's a cow. Is that a goat? Some little ones too. താഴെ കുറേ ഉണ്ട് കേട്ടോ. അടിച്ചാലോ? Oh, big one, the big one there. Oh, one just there. Yeah, That's a cow. That's a cow. but the top one is a bull. That one? Yeah. No, that's a cow. ആ മുകളിൽ നിൽക്കുന്ന ഗോവാണോ? That is a cow. That one is a cow. Shit, they don't even know we're here, mate. Yeah, he's eating. Easy shot. ഇത് താഴെ നിൽക്കുന്ന പുള്ള. വലുതായി വരട്ടവൻ. നമ്മൾ വരാട്ടാ. നിങ്ങൾ കുട്ടികളൊക്കെ വലുതാവട്ടെ ഏട്ടാ. നന്നായിട്ട് വലുതാവട്ടെ അല്ലേ പാപ്പ? അതെ അതെ, പമ്പട്ട് ഒരു സാധനം. പിന്നെ ഏതായാലും നല്ല നമ്മൾ എത്ര എന്താ കണ്ടല്ലേ. നല്ല ആക്ടിവിറ്റി ഉണ്ട്. നല്ല ദിവസം. ആക്റ്റീവ്. നമ്മളൊരു ആടിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പാപ്പനെ ഇവിടെ നിന്ന് ബിരിയാണി കഴിക്കാനുള്ള ആടാ. ഹെഡ് ഷോട്ടാണോ? എനിക്ക് ബോഡി കാണത്തുള്ളൂ. ബോഡി കാണത്തുള്ളൂ. വെയിറ്റ് ചെയ്ത് തല പൊക്കണവരെ. അതെ എടാ, സമയമുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യ്, കുറച്ചുകൂടി ഇഴഞ്ഞിട്ട് ക്ലോസ് പോകും. ഇത് കുഴപ്പമില്ല, ഇത് മതി. നല്ല പൊസിഷനാണ്. വീഡിയോ നല്ല പൊസിഷനാണോ? പൊന്തും പഠിച്ചാൽ മതിട്ടാ. നീ പറയണേ. എനിക്ക് എൻ്റെ ക്യാമറയിൽ കിട്ടിയിട്ടില്ല അവനെ. കിട്ടിയോ? ഷോട്ട് എടുക്കാൻ പറ്റിയ രീതിയാണ്. യാ അവിടെ നിന്ന് കയറി പോയല്ലേ? പോയി. തലയ്ക്കാണ് അടിച്ചേ? തലക്കടാ കൊടുത്തേ. സാറില്ല. ശേ ഇതിലേക്ക് പോയത്. അവൻ ചിലപ്പോൾ തല വലിച്ച് കാണും. കറക്റ്റ്. പക്ഷെ നല്ല ഷോട്ടായത്. കിട്ടുമെന്ന് ഉറപ്പായിരുന്നു എനിക്ക്. പക്ഷേ ആണോ? റിസ്കി ഷോട്ട്സ്. ചെസ്റ്റ് എടുത്ത ഉറപ്പായിട്ടും വിടാനെ. ചെസ്റ്റ് എടുത്ത് ചെറിയ തലയല്ലേ? സാറില്ല, നമ്മൾ തല ഷോട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. വി ക്യാൻ സ്റ്റിൽ ഷൂട്ട്. ഇതൊന്നും തളർച്ചയായിട്ട് കാണരുത് പാപ്പ. പക്ഷെ അതൊരു നല്ല മൃഗമായിരുന്നു അല്ലേ? നല്ല 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 ബിരിയാണിക്ക് പറ്റിയ മൃഗമായിരുന്നു. അതെ അതെ അതെ. പക്ഷെ അവന് ഭാഗ്യമില്ല. അവന് ഭാഗ്യമില്ല. ശരിയാ, ചെമ്പ് കാണാൻ അവന് ഭാഗ്യമില്ല. അതെ, അത് കുഴപ്പമില്ല. പ്ലെൻറ്റി ഔട്ട് ദേ മൈ. ചെസ്റ്റ് എടുത്തായിരുന്നേ അവിടെ കിടന്നേ. ചെസ്റ്റ് അതല്ല, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഹെഡ് മതി. ഹെഡ് മതി. ഈ ട്രിപ്പ് മൊത്തം ഹെഡാ. ഹെഡല്ലേ ഇപ്പോൾ കഴുത്താണേലും നമുക്ക് വീഴിക്കായിരുന്നു. മറ്റേതായതുകൊണ്ടേ. അതാണ്. ഇവിടെ ഒരെണ്ണത്തിനെ കണ്ടിട്ടുണ്ട് പാപ്പൻ. തൊട്ടടുത്ത് നിൽപ്പുണ്ട് വേറൊരാട്. രണ്ടെണ്ണത്തിൻ്റെ ഒരു മിനിറ്റ് പാപ്പ.
എടുക്കട്ടെ. ഷോട്ടുണ്ട്. ഷോട്ടുണ്ട്. ആണോ? അത് വീണത് കണ്ടില്ല. സ്റ്റാർട്ട് മൂവിങ്. വീണ പാപ്പാ? വെടി കൊണ്ടത് ഉറപ്പാ. വെടി കൊണ്ടെന്നുള്ള ഉറപ്പാ. അവനെ കുറച്ച് വൈഡ് ഓപ്പൺ ആയിരുന്നേ. കിട്ടിയാ? വെടി കൊണ്ടു. ചോരയുണ്ട് അവിടെ. നീ തലയ്ക്കാണോ അടിച്ചേ? അല്ല ഞാൻ ബോഡി എനിക്ക് തല അത്ര ഒരു അനങ്ങിക്കൊണ്ട് നിൽക്കുന്നോണ്ടേ. ആ ചേട്ടയ്ക്ക് സ്മെല്ല് വരുന്നില്ലേ? അവൻ്റെ കാല് സ്മെല്ല് കാല് ഇവിടുന്ന് തിരിഞ്ഞ ഓടിയേ. ഒരു കൊറ്റൻ്റെ മണമുണ്ട്. ആ വെടി കൊണ്ടതേ ആ ഒച്ച കേട്ടാ അറിയാം ചേട്ടേ. ടിക്ക് ടിക്ക് എന്നുള്ള ഒച്ച ഉണ്ടല്ലോ. ദിദ്യനെ ഇറങ്ങിയിട്ട് അവൻ്റെ കാല് ദിദ്യനെ പോയി. എവിടെ അത്ര ഓടാനുള്ള സമയം കിട്ടി ഇല്ല. പക്ഷെ ഒരു ഒറ്റ കുതിക്കലിനെ ചേട്ടാ 100% ഉറപ്പാ വെടി കൊണ്ടെന്നേ. 100% ഉറപ്പാ. ഞാൻ കണ്ടില്ല ഇതിലേക്ക്. ഞാൻ ഇതാ എന്നാൽ ഇവിടെ കൂടെ വെടി വെച്ചേ ജസ്റ്റിൻ്റെ വെടി കൊണ്ടെന്നുള്ള 100% ഉറപ്പാ. ആ ഒച്ച കേട്ടാ അറിയാം. പുത്തക്കെന്ന് പറഞ്ഞ വെച്ചുണ്ടല്ലോ. പക്ഷെ അത് എവിടെയാ? അവൻ എവിടെയാ വീണ്? ഇവിടേക്ക് പോയിട്ടുണ്ട്. അവൻ്റെ ബ്ലഡ് കൂടെ കാണാനുണ്ട്. 100% ഉറപ്പാ. ഇവിടെ ട്രാക്കർ അപ്പച്ചൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. കാരണം വെടി കൊണ്ടെന്നുള്ള എനിക്ക് ഉറപ്പാ. ഈ പുല്ലിൻ്റെ മുകളിൽ ബ്ലഡ് ഉണ്ടാ? ഷീസ് ഫൗണ്ട് ഇറ്റ്. കിട്ടിയാ? മുട്ടനെ അടിപൊളിയാണോ? വെരി ഷുവർ ഇറ്റ് വാസ് ഹിറ്റ്. ഇത് കണ്ട ഈ ഇതിൻ്റെ ഇടയിൽ കൂടി ഓടിയ എവിടെ കിട്ടിയ? ഷോൾഡറിനാണോ? നമ്മൾ ഉന്നം വെച്ചിട്ട് തന്നെ പിടി. ഗുഡ് ഷോട്ട്. നല്ലതാണോ പാപ്പ? പിന്നെ സൂപ്പർ സാധനം. സൂപ്പർ സാധന. മട്ടൻ ബിരിയാണി റെഡി. മട്ടൻ ബിരിയാണി ഫ്രം ദ കാട്. It's a big one. It's a big one. Good shot, പാപ്പൻ. ഇത്ര നേരം വെയിറ്റ് ചെയ്താലും നമ്മുടെ തല ഷോട്ട് മിസ് ഉണ്ട്. തല ഷോട്ട് ഞാൻ നോക്കി ബീവനെ വലുതുമാണ്. പിന്നെ നമുക്ക് ശരിക്കും കാണത്തില്ലായിരുന്നല്ലോ റിസ്ക് എടുത്താലേ. Look at this Sunday. My God. It's a big one. Good. Yes, good size one. Look at that. Beautiful. അതേ ചേട്ടോട് പറഞ്ഞു വെടി മാറിയിട്ടുള്ള 100% എനിക്ക് ഉറപ്പായിരുന്നു. ചില വെടികൾ മാറിയല്ല. എന്താ? ചില വെടികളെ മാറികൾ 100% ഉറപ്പാ. ചില ആൾക്കാർ പറയാനുള്ള വെടികൾ മാറുന്നു. വെടികൾ മാറും. പക്ഷെ ഈ വെടി മാറി ചേട്ടാ പറഞ്ഞില്ല കൊണ്ടില്ലെന്നാ തോന്നുന്നത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല വെടി കൊണ്ടെന്ന്. He told no, didn't hit. Another mission. I told it was hit because I can feel that sound. Now, see, in my camera, I can't see pretty much anything because I'm from top. But I saw the goat is moving, you know. But I wasn't sure. Beautiful shot, Jacob. Yeah, Good thank you. Just move. Pull the trigger. Yeah, I just pulled. He just start moving. And കണ്ട big one. ആടിനെടുത്ത് കളിപ്പിക്കുക പാപ്പൻ. പാപ്പൻ്റെ ഓരോരോ കളികളെ കട്ട് ചെയ്ത വേഗം തന്നെ. കട്ടിയാ. Good one. People were, what the fuck, you eating a bowl? I can eat. Absolutely beautiful. Yeah, mountain oysters. ആടിൻ്റെ Just ഒന്ന് പാലയിലിട്ടൊന്ന് തിരിച്ചിട്ടേ പാലയില്ലേ നമ്മുടെ നല്ല ചൂടുള്ള പാനയിലിട്ടിട്ട് ഒന്ന് തിരിച്ചു മറിച്ചൊന്ന് കഴിക്കാം. എടുത്തേക്കാം. നിന്റെ ആഗ്രഹമല്ലേ? നിനക്കിപ്പോ ഒരു ബോൾ തിന്നാൻ തോന്നി. ഞാൻ ഇപ്പൊ എന്താ ചെയ്യാ? നമ്മള് അയ്യോ നിനക്ക് ഓൾറെഡി 2 ഇല്ല. ഇനി എന്തിനാ പോരുന്നെന്ന്? I love balls. മഴ ഒരു ഇടക്കണ മഴയായി. പക്ഷെ ഒരു നല്ല ആംബിയൻസ് അടിപൊളിയാണ് മഴയുടെ. മൊത്തത്തിൽ മലയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സെറ്റപ്പായിട്ട് കാണാനുണ്ട്. Bloody weather. Oh, good touching with the brandy today. Beautiful. Testicles. The morning mahi done now. That's a good set. Yeah. That's a good set right there. Can we change it over? Oh, with your balls. Yeah. Show me your one. Turn around. Oh, nice ones. Papa. Endo. Oh, that's the morning job. Thank you everyone. We go and get some lunch and biryani making process. Papa going to make a biryani ta. പാപ്പനാണ് ബിരിയാണി ഉണ്ടാക്കണത്. അമ്പത്തൂർ ബിരിയാണി. അമ്പത്തൂർ ബിരിയാണി. നമ്മളിന്ന് കുക്കറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളൊരു സൂപ്പർ ബിരിയാണി ഉണ്ടാക്കി കാട്ടിത്തരാം. വെടി വെച്ചിട്ടുള്ള ഫ്രഷ് ആയിട്ട് നമുക്ക് ബിരിയാണി. കാട്ടാട് ബിരിയാണി. കുറച്ച് സ്റ്റേക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സ്റ്റേക്ക് കുക്ക് ചെയ്യാം ലഞ്ചിന്. Making some guacamole.
ഇത് നല്ല ടൊമാറ്റോസ് ഉണ്ട് കേട്ടോ, നല്ല ഇവരുടെ വീട്ടിലുള്ള അവക്കാഡോസ്. Just putting some avocados in here. Leave him alone. How big is that one? പാപ്പൻ്റെ അണ്ടി പോയിട്ട് നോക്കിയിട്ട് വന്നിട്ടോ. You bring the chili here so I can make it. Please. Please, honey. Coriander. Oi! Don't play around with my cowboy cat, boy. Sorry. Don't. That's my head. Having a behavior the fella mine. കുറച്ച് ചില്ലീസ്. ഓഹോ നല്ല ഫ്രഷ് coriander. ഇറക്കൊക്കെ അവിടെ ഇരുന്നിട്ട് വെള്ളം അടിക്കുന്നുണ്ടാ. എനിക്ക് ബീർ അടിക്കാൻ ഒരു മൂഡില്ല. ഹോട്ട് ഒരെണ്ണം കൊണ്ടൊരു പാപ്പനോട് വരാൻ പറഞ്ഞിട്ട് പാപ്പൻ അവിടെ സീൻ കാണിച്ചുകൊണ്ടിരിക്കുക. ലൈം ജ്യൂസ്, സം സോൾട്ട്. വാ, മിക്സ്. ബ്യൂട്ടിഫുൾ. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ അവക്കാഡോൻ്റെ തൊഴിലിനെ സെർവ് ചെയ്യാട്ടാ. Come on guys, lunch time you fellas. പാപ്പ ഊത്തു പാപ്പാ. നീ പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ബിരിയാണി ഉണ്ടാക്കണ്ട, തമാശ കളിക്കരുത്. അടിയോ പാപ്പ. Cheers. Okay, cheers. Cheers for the day. Good hunting, Yeah, man. good hunting. Beautiful. Love each and every moment, you know. സിബെന്ന് പറഞ്ഞില്ലേ എന്താ സുഖം? പാപ്പാ ബേക്കൺ അങ്ങോട്ട് പടക്കി. ബേക്കണും നമുക്ക് സ്റ്റേക്കും കൂടി റെഡി കേട്ടാ. ടർക്കിയുടെ മുട്ട നമ്മൾ കുക്ക് ചെയ്തില്ലാണോ? അത് നോക്കിയാ പാപ്പൻ നമുക്ക് വേണ്ടി സ്റ്റേക്ക് കാർവ് ചെയ്യുന്നുണ്ട് കേട്ടാ. അവർ കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ സ്കിൽഫുൾ ആളുകളാണെന്ന് മനസ്സിലാവണം. മനസ്സിലായില്ലേ? ആ, നമ്മുടെ സ്കില്ല് കാണിച്ചു കൊടുക്കണം. റസ്റ്റിക് ഗോക്കമോളി ഫ്രം ദ ഫ്രഷ് ഗാർഡൻ. Go on, G. Well, if we do a dash to town. Thank you, Baba. Thank you, Papi. Oh, of course. Go hard. So it's a beautiful session. Thank you very much. Beautiful food, thank you. Next video we see what? ഇന്ന് നമ്മൾ മറ്റേ വെടി വെച്ചിട്ടുള്ള ഗോട്ടില്ലേ, ആ ഗോട്ടിന് നമുക്ക് ബിരിയാണി വെക്കാം അല്ലേ? വൈൽഡ് ഗോട്ട് ബിരിയാണി. അതുവരെയും ബൈ ഫോർ നൗ. ബൈ. Now, so one video finished. Now the next video. Oh, money.